ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ 4th യൂണിറ്റ് ആയിട്ടുള്ള ഫോർ ഹാഫ് ദ സ്കൈ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദ വൈ വൈ ഗേൾ എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിന്റെ പേര്. ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയും അതിലെ ഓൾ സൈഡ് ക്വസ്റ്റ്യൻസ്, എല്ലാ സൈഡ് ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ ഫുൾ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ഫോർ ഹാഫ് ദ സ്കൈ അല്ലെ, അതിന് താഴെ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. വിമൻസ് ഫ്രീഡം ഈസ് ദ സൈൻ ഓഫ് സോഷ്യൽ ഫ്രീഡം. റോസ ലക്സംബർഗ് പറഞ്ഞതാണ്. എന്താണ്? വിമൻസ് ഫ്രീഡം ഈസ് ദ സൈൻ ഓഫ് സോഷ്യൽ ഫ്രീഡം. സ്ത്രീകളുടെ ഫ്രീഡം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നതിന്റെ അടയാളമാണ്. സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയണമെങ്കിൽ എന്താവണം? സ്ത്രീകൾക്ക് ഫ്രീഡം കിട്ടണം എന്നാണ് പറയുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഡോർവേ ഉണ്ട്, നോക്കൂ. ഇത് ഡോർവേ നോക്കൂ. On 16th June 1963, Valentina Tereshkova made history by becoming the first woman in space. സ്പേസിലെത്തിയ, നമ്മുടെ ശൂന്യാകാശത്തെത്തിയ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ എന്താണ് സ്ത്രീ, വുമൺ എന്നുള്ള പദവി ആർക്കാണ് വന്നിട്ടുള്ളത്? വാലന്റീന തെരഷ്കോവയ്ക്കാണ്. അത് 1963 ജൂൺ 16 ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ്. അവരുടെ ഫോട്ടോ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഷി വാസ് ബോൺ ഇൻ 1937. അവര് ജനിച്ച വർഷമാണത്. പിന്നെ സ്പേസ് ഷിപ്പ്, അവർ പോയ സ്പേസ് ഷിപ്പിന്റെ പേര് വോസ്റ്റോക്ക് 6 ആണ്. Completed 48 orbits of the Earth, 20,11,680 kilometers in 2 days, 22 hours and 50 minutes. A bird cannot fly with one wing only. Human spaceflight cannot develop any further without the active participation of women. വാലന്റീന തെരഷ്കോവ പറഞ്ഞതാണ് എന്ത്? എ ബേർഡ് കനോട്ട് ഫ്ലൈ വിത്ത് വൺ വിങ് ഓൺലി. ഒരു പക്ഷിക്ക് ഒരിക്കലും ഒറ്റ ചിറക് കൊണ്ട് പറക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് എന്ത്? ഇവിടെ നമ്മളുടെ ഒരു സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, സ്പേസിലേക്ക് പോകുന്നതും എല്ലാം എന്താണ്? ഇറ്റ് കനോട്ട് ഡെവലപ്പ് എനി ഫെർദർ വിത്തൗട്ട് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും കൂടെ ഇല്ലാതെ അതൊരിക്കലും സാധ്യമാവില്ല. അതായത് നമ്മളുടെ ഏത് കോണിലെടുത്താലും ഏത് ജോണറിലെടുത്താലും എന്താണ്? വിത്തൗട്ട് വുമൺ, മെന്നിന് ഒറ്റയ്ക്ക്, ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നേടാനായിട്ട് സാധിക്കണം എന്നില്ല. രണ്ടുപേരും ടുഗെദർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടൂ എന്നാണ് വാലന്റീന തെരഷ്കോവ പറയുന്നത്. ഇനി ഇതിന് താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കൂ. ക്വസ്റ്റ്യൻ 1, ഇൻ വിച്ച് ഇയർ വാസ് വാലന്റീന തെരഷ്കോവ ബോൺ? വാലന്റീന തെരഷ്കോവ എന്നാണ്, ഏത് വർഷമാണ് ജനിച്ചത്? ഇൻ 1937. ക്വസ്റ്റ്യൻ 2, വാട്ട് വാസ് ഹർ അച്ചീവ്മെന്റ്? അവളുടെ അച്ചീവ്മെന്റ് എന്തായിരുന്നു? എന്താണ് നേടിയെടുത്തത്? ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ്. സ്പേസിലെത്തിയ ആദ്യത്തെ സ്ത്രീയാണ് വാലന്റീന തെരഷ്കോവ. ക്വസ്റ്റ്യൻ 3, വാട്ട് വാസ് ദ നെയിം ഓഫ് ഹർ സ്പേസ് ഷിപ്പ്? അവർ യാത്ര ചെയ്ത സ്പേസ് ഷിപ്പിന്റെ പേരെന്തായിരുന്നു? വോസ്റ്റോക്ക് 6 എന്നാണ് കേട്ടോ നെയിം. Question 4, what did Valentina Tereshkova mean by saying a bird cannot fly with one wing only? ഒരു പക്ഷിക്ക് ഒറ്റ ചിറക് കൊണ്ട് മാത്രം പറക്കാനായിട്ട് സാധിക്കില്ല എന്ന് വാലന്റീന തെരഷ്കോവ പറയാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ മീൻ എന്താണ്? മെൻ ആൻഡ് വിമൺ നീഡ് ടു വർക്ക് ടുഗെദർ. ആണുങ്ങളും പെണ്ണുങ്ങളും, സ്ത്രീകളും പുരുഷരും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നാണ് അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 5, have you heard of other women who have inspiring achievements like her? Name a few. നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റ് ഏതെങ്കിലും സ്ത്രീകളെ അറിയുമോ? അവരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വുമനെ നോക്കാം. ആദ്യത്തേത് കൽപ്പന ചൗള. കൽപ്പന ചൗള ഈസ് ദ ഫസ്റ്റ് വുമൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ടു ഗോ ടു സ്പേസ്. അപ്പോൾ സ്പേസിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആണ് ആര്? കൽപ്പന ചൗള. Marie Curie is a physicist and chemist who conducted pioneering research on radioactivity and was the first woman to win a Nobel Prize. റേഡിയോആക്ടിവിറ്റിയിലെ റിസർച്ച് ചെയ്തിട്ട് അതിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് മേടിച്ച ആദ്യത്തെ ഫിസിസിസ്റ്റ് കെമിസ്റ്റ് ആണ് ആര്? മേരി ക്യൂരി. മേരി കോം is an Indian boxer and politician known as the only woman to win the World Amateur Boxing Championship 6 times. വേൾഡ് അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 6 തവണ നേടിയിട്ടുള്ള ഇന്ത്യൻ ബോക്സറാണ് മേരി കോം. ഇന്ദിരാഗാന്ധി, India's first female prime minister, was a strong woman of India.
ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്, വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. Malala Yousafzai was awarded the Nobel Peace Prize for her fight for the right of every child to receive an education. എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ നേടാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വാദിച്ച് അതിൽ വിജയം വരിച്ച് നൊബേൽ പീസ് പ്രൈസ് ലഭിച്ച ആദ്യത്തെ ആളാണ് ആര്? മലാല യൂസഫ്സായ് എന്ന് പറയുന്ന പെൺകുട്ടി. അരുണിമ സിൻഹ ഇസ് ദ ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് കയറുന്ന ആദ്യത്തെ ഫീമെയിൽ ആണ് ആംപ്യൂട്ടിയാണ് ആര്? അരുണിമ സിൻഹ. ഇവരെ കൂടാതെ നമുക്ക് അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ഇൻസ്പിറേഷൻ തരുന്ന ഒരുപാട് ലേഡീസ് വേറെയും ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ കുറിച്ചൊക്കെ മക്കള് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുതാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ക്യൂരിയസ് ആൻഡ് ബ്രൈറ്റ് ഗേൾ മോയിന who loves to learn and explore. She always asks questions and looks for new ideas. Let us read more about her. നമുക്ക് മൊയ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് പഠിക്കാനായിട്ടുള്ളത്. ആ പെൺകുട്ടി എങ്ങനെയാണ്? ഭയങ്കര ക്യൂരിയസ് ആണ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ഭയങ്കര ആകാംക്ഷയാണ്, അതുപോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതിൽ എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അവൾക്ക് അത് ഇഷ്ടമാണ്. അവൾ എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവളെ ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ദ വൈ ഗേൾ എന്ന് വന്നിട്ടുണ്ടാവുക കേട്ടോ പേര്. നോക്കൂ, ബട്ട് വൈ, പക്ഷെ അതെന്തുകൊണ്ട്? ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ സ്മോൾ ഗേൾ അബൌട്ട് 10 years old. ഒരു വെറും 10 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഷി വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്. അവളൊരു വലിയ പാമ്പിനെ ചേസ് ചെയ്യുകയായിരുന്നു, അതിനെ പിന്തുടരുകയായിരുന്നു. ഐ റാൻ ആഫ്റ്റർ ഹെർ. ഞാൻ അവളുടെ പിറകെ ഓടി. ഗ്രാബ്ഡ് ഹെർ പ്ലേറ്റ് ആൻഡ് ഹെൽഡ് ഹെർ ബാക്ക് ഷൗട്ടിങ്. ഞാൻ അവളുടെ പിന്നാലെ ഓടി അവളുടെ മുടിയുടെ ജട ഉണ്ടല്ലോ, ജടയില് കുത്തിപ്പിടിച്ചു. പ്ലേറ്റ് എന്ന് വെച്ചാൽ ജട. ഓക്കെ, മുടിയുടെ ജടയില് കുത്തിപ്പിടിച്ചു. എന്നിട്ട് അവളെ പുറകിലേക്ക് അലറിക്കൊണ്ട് ഞാൻ വിളിച്ചു. അവളൊരു വലിയ പാമ്പിനെ പിന്തുടരുകയാണ്, ആ പാമ്പിന്റെ പിറകെ ഓടുകയാണ് അവള്. അപ്പോൾ അത് കണ്ട് ഞാൻ പേടിച്ച് അവളെ പിറകെ ഓടി അവളുടെ ജടയിൽ കുത്തിപ്പിടിച്ചു, അവളെ പുറകിലേക്ക് അലറി വിളിച്ചു. നോ മൊയ്ന, ഡോണ്ട്. മൊയ്ന, അങ്ങോട്ട് പോകരുത്, വേണ്ട. വൈ ഷുഡന്റ് ഐ, ഷി ആസ്ക്ഡ്. അതെന്താ ഞാൻ പോയാല് എന്ന് അവൾ ചോദിച്ചു. ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര, ഐ റിപ്ലൈഡ്. അത് വിഷമില്ലാത്ത ഗ്രാസ് സ്നേക്കോ റാറ്റ് സ്നേക്കോ ഒന്നല്ല, അതൊരു കോബ്രയാണ്, അതൊരു മൂർഖനാണ്. ഞാൻ അത് മറുപടി പറഞ്ഞു. വൈ ഷുഡന്റ് ഐ ക്യാച്ച് എ കോബ്ര, ഞാൻ എന്താ ഒരു മൂർഖനെ പിടിച്ചാല് എന്ന് അവള് ചോദിച്ചു. ഇതിന്റെ സൈഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ നറേറ്റർ സ്റ്റോപ്പ് മൊയ്ന ഫ്രം ക്യാച്ചിങ് എ സ്നേക്ക്? ഒരു പാമ്പിനെ പിടിക്കുന്നതിൽ നിന്ന് നറേറ്റർ മൊയ്നയെ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? ബിക്കോസ് ദ നറേറ്റർ എക്സ്പ്ലെയിൻ ടു മൊയ്ന ദാറ്റ് ദ സ്നേക്ക് ഈസ് നോട്ട് എ ഹാംലെസ് ഗ്രാസ് സ്നേക്ക് ഓർ റാറ്റ് സ്നേക്ക് ബട്ട് എ ഡേഞ്ചറസ് കോബ്ര. നറേറ്റർ അവൾക്ക് പറഞ്ഞു കൊടുക്കണത് അത് നമ്മളെ ഉപദ്രവിക്കാത്ത ഗ്രാസ് സ്നേക്കോ റാറ്റ് സ്നേക്കോ അല്ല, അത് അപകടകാരിയായ കോബ്രയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മോനെ ചോദിച്ചു, ഞാൻ എന്താ ഈ കോബ്രയെ പിടിച്ചാല് എന്ന് ചോദിച്ചു. വൈ ഷുഡ് യു? നറേറ്റർ എന്താ പറയുന്നത്? നീ എന്തിനാ അതിനെ പിടിക്കുന്നത് എന്ന് ചോദിച്ചു. ഐ വിൽ, ഞാൻ പിടിക്കും, എനിക്ക് അതിന് കഴിയുമെന്ന് പറയാണ്. ഐ ഡ്രാഗ്ഡ് മൊയ്ന ബാക്ക് ടു ദ സമിതി ഓഫീസ് വെർ ഐ വർക്ക്ഡ്. ഞാൻ മൊയ്നയെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഞാൻ വർക്ക് ചെയ്യുന്ന സമിതി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ഹർ മദർ ഗിരി വാസ് ദ വീവിങ് എ ബാസ്കറ്റ്. അവളുടെ അമ്മ ഗിരി അവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്താ ജോലി? ഷീസ് വീവിങ് ബാസ്കറ്റ്. അവര് ഈ ബാസ്കറ്റുകൾ, കുട്ടകളൊക്കെ നെയ്യുകയായിരുന്നു. ദ സമിതി വാസ് എ പ്ലേസ് where people could come to learn reading and writing and simply to sing and dance together. അപ്പൊ സമിതി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അവിടെ ഇഷ്ടമുള്ളവർക്ക് വരികയും എപ്പോൾ വേണേലും വരികയും അവിടെ നിന്ന് പഠിക്കുകയും വായിക്കുകയും എഴുതുകയും അതുപോലെ പാട്ട് പാടി ഡാൻസ് ചെയ്യുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. കം, ഐ സെഡ് ടു മൊയ്ന, കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈ. വന്ന് കുറച്ച് സമയം നീ റെസ്റ്റ് എടുക്കുകയെന്ന് മൊയ്ന പറഞ്ഞു. വൈ, എന്തിനാ അത് എന്ന് മൊയ്ന ചോദിച്ചു. ആറന്റ് യു ടയേർഡ്, ഐ ആസ്ക്ഡ്. നീ ക്ഷീണിച്ചിരിക്കുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. മൊയ്ന ഷൂക്ക് ഹെർ ഹെഡ് വിഗറസ്ലി. മൊയ്ന അവളുടെ തല എന്ത് ചെയ്തു? അല്ല എന്നുള്ള അർത്ഥത്തിൽ തല ആട്ടി. Who will bring the gods home, collect firewood, fetch water and lay traps for the birds? മൊയ്ന എന്താ തിരിച്ചു പറഞ്ഞത്? ഞാൻ റെസ്റ്റ് എടുക്കില്ല. എന്തുകൊണ്ടാണ്? ഞാൻ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹൂ വിൽ ബ്രിങ് ദ ഗോഡ്സ് ഹോം, ആടുകളെ വീട്ടിലേക്ക് ആര് തിരിച്ചു കൊണ്ടുവരും? കളക്ട് ഫയർവുഡ്, ആര് വിറക് ശേഖരിക്കും? ഫെച്ച് വാട്ടർ, വെള്ളം ആര് കോരി നിറയ്ക്കും? ആൻഡ് ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്, പക്ഷികൾക്ക് വേണ്ടി ആര് കെണി വെക്കും? എന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് പുറകെ വന്നു.
Came the questions one after another. ഓരോ ചോദ്യങ്ങളും ഒന്നൊന്നായി വന്നു. മൊയ്ന tended the goats of the baboos, the village landlords. അവരുടെ ഗ്രാമത്തിലുള്ള എന്താണ് ഈ ജന്മിമാരൊക്കെ അല്ലേ, അവരുടെ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. മേയ്ച്ചിരുന്നത് ആരായിരുന്നു? മൊയ്നയായിരുന്നു. മൊയ്ന, ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഹി സെന്റ് us, സെഡ് ഗിരി. അമ്മ എന്ത് പറഞ്ഞു? നമുക്ക് അരി കൊടുത്തയച്ച ബാബുവിന് നന്ദി പറയാൻ നീ മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ നാട്ടിലുള്ള ജന്മിയാണ് അല്ലെങ്കിൽ പ്രധാനിയാണ്. അവരുടെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവർക്ക് പ്രതിഫലമായി കിട്ടിയിരുന്നത് എന്തായിരിക്കാം? അരിയായിരിക്കാം. വൈ ഷുഡ് ഐ? മൊയ്ന സെഡ്. ഞാൻ എന്തിനു നന്ദി പറയണം? ഡോണ്ട് ഐ സ്വീപ് ദ കൗ ഷെഡ് ആൻഡ് ഡു 1,000 jobs for him? Does he ever thank me? Why should I? ഞാൻ എന്തിനു താങ്ക്സ് പറയണം അവരോട്? ഞാൻ അവരുടെ തൊഴുത്ത് അടിച്ചുവാരി വൃത്തിയാക്കി, അവർ തരുന്ന 1000 ജോലികൾ ഞാൻ ചെയ്തു തീർത്തു. എന്നിട്ട് ഇതിനൊക്കെ അവരെന്നോട് താങ്ക്സ് പറഞ്ഞോ? പിന്നെ ഞാൻ എന്തിനു അവരോട് താങ്ക്സ് പറയണം എന്ന് മൊയ്ന തിരിച്ചു ചോദിച്ചു. Saying this, മൊയ്ന ran off. ഇത് പറഞ്ഞ് മൊയ്ന അവിടെ നിന്ന് ഓടിപ്പോയി. മൊയ്ന had a number of other questions. മൊയ്നയ്ക്ക് വേറെയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. She put these questions to people around her. അവൾ ഈ ചോദ്യങ്ങളെല്ലാം അവളുടെ ചുറ്റിലുള്ള ആളുകളുടെ നേരെ പ്രയോഗിച്ചിരുന്നു. Why do I have to walk so far to the river to fetch water? വെള്ളം ശേഖരിക്കാനായിട്ട് ഇത്ര ദൂരം പുഴയിലേക്ക് എന്തിനാണ് നമ്മൾ നടക്കുന്നത് എന്ന് അവൾ ചോദിച്ചു. Why do we live in a leaf hut? നമ്മൾ എന്തുകൊണ്ടാണ് ഇലകൾ കൊണ്ട് മേഞ്ഞ ഒരു കുടിലിൽ താമസിക്കുന്നത് എന്ന് ചോദിച്ചു. Why can't we eat rice twice a day? നമുക്ക് എന്തുകൊണ്ട് ദിവസം 2 നേരം ചോറ് കഴിച്ചുകൂടാ എന്നവള് ചോദിച്ചു. നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾഡ് ഹർ ദ വൈവൈ ഗേൾ. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ മൊയ്നയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോസ്റ്റ് മാസ്റ്റർ എന്തായിരുന്നു മൊയ്നയെ വിളിച്ചിരുന്നത്? വൈവൈ ഗേൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എല്ലാത്തിനും വൈ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് അവളെ വൈവൈ ഗേൾ എന്നായിരുന്നു അവിടെയുള്ള പോസ്റ്റ് മാസ്റ്റർ വിളിച്ചിരുന്നത്. ഇനി ഇത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് വാസ് ദ സമിതി മെന്റ് ഫോർ? സമിതി എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദ സമിതി വാസ് എ പ്ലേസ് where people could come to learn reading and writing and simply to sing and dance together. ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വരാനും അവിടെ നിന്ന് എഴുത്തും വായനയും പഠിക്കാനും അതുപോലെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒരുമിച്ച് ഇരുന്ന് സല്ലപിക്കാനും ഉള്ളൊരു സ്ഥലമായിരുന്നു സമിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മൊയ്ന ഡു ഫോർ ഹെർ ഫാമിലി? മൊയ്ന അവളുടെ ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? മൊയ്ന ബ്രിങ്സ് ദ ഗോഡ്സ് ഹോം. ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കളക്ട്സ് ഫയർവുഡ്. വിറകുകൾ ശേഖരിച്ചു. ഫെച്ചസ് വാട്ടർ. വെള്ളം ശേഖരിച്ചു. ആൻഡ് ലേസ് ട്രാപ്സ് ഫോർ ബേർഡ്സ്. പക്ഷികൾക്ക് വേണ്ടി കെണി വെച്ചു. ഷീ ഓൾസോ ടെൻഡഡ് ദ കൗസ് ഓഫ് ലാൻഡ് ലോഡ്സ് ആൻഡ് സ്വെപ്റ്റ് ദ കൗഷെഡ്. അവൾ അത് മാത്രമല്ല അവിടെയുള്ള ജന്മിമാരുടെ ഭൂമിയുടെ അവകാശികളുടെ എന്ത് ചെയ്തു? ആടുകളെ മേയ്ക്കുകയും അതിന്റെ കൗഷെഡൊക്കെ തൂത്ത് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. അടുത്ത പേജിൽ നമ്മൾ വായിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, നോക്കൂ. വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ കോൾ മൊയ്ന ദ വൈവൈ ഗേൾ? മൊയ്നയെ അവിടെയുള്ള പോസ്റ്റ് മാസ്റ്റർ വൈവൈ ഗേൾ എന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരുന്നു? Because she constantly asked the questions beginning with why about everything around her. കാരണം അവളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ എന്നുള്ള രീതിക്ക് എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവളെ വൈവൈ ഗേൾ എന്ന് വിളിച്ചത്. One day, Moina came to live with me in my hut. ഒരു ദിവസം മൊയ്ന എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാനായിട്ട് വന്നു, താമസിക്കാനായിട്ട് വന്നു. അവർ സമിതി ടീച്ചർ മാലതി സെഡ് ടു മീ, ഷി വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ വോയിസ്. ഞങ്ങളുടെ സമിതിയിലെ ടീച്ചറായിരുന്ന മാലതി ടീച്ചർ എന്ത് ചോദിച്ചു? മാലതി ടീച്ചർ എന്ത് പറഞ്ഞു? ഷി വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ വോയിസ്. അവളുടെ ഓരോ വോയിസും ഉണ്ട്, അതായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും നിന്നെ കുഴക്കും, എക്സോസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞു. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൊയ്ന. പക്ഷെ എനിക്ക് മൊയ്നയോടുകൂടെ നല്ലൊരു സമയമായിരുന്നു എനിക്ക് കിട്ടിയത്. അവളുടെ കൂടെ നല്ലൊരു രീതിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ. ഒരു ദിവസം അവള് എന്നോട് രാത്രി ചോദിച്ചു, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്? എന്തിനാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് പുസ്തകം വായിക്കുന്നത്? ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വോയിസ്, ഐ റിപ്ലൈഡ്. കാരണം നിനക്ക് നിന്റെ വൈ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ബുക്ക് വായിക്കുന്നതിലൂടെ, പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ കിട്ടും എന്ന് ഞാൻ അവളോട് മറുപടി പറഞ്ഞു. ആൻഡ് ഫോർ വൺസ് മൊയ്ന വാസ് സൈലന്റ് ഫോർ എ മൊമെന്റ്. അത് കേട്ടപ്പോൾ മൊയ്ന ഒരു നിമിഷത്തേക്കൊന്ന് സൈലന്റ് ആയി. ദെൻ ഷീ സെഡ്, ഐ വിൽ ലേൺ ടു റീഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് എന്ത് പറഞ്ഞു അവള്?
അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കുന്നത് പഠിച്ച് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ കണ്ടെത്തുമെന്ന് മൊയ്ന റിപ്ലൈ ചെയ്തു. When Moina grazed the gods, she told the other children all that she had learned from me. Many stars are bigger than the sun, but they are far away, so they look small. The sun is nearer, so it looks brighter. The fish do not speak like us. They have a fish language, which is silent. The earth is round. Did you know that? അങ്ങനെ മൊയ്ന അവൾ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ഈ പുസ്തകങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ അവളുടെ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ഒരുപാട് നക്ഷത്രങ്ങൾ സൂര്യനേക്കാട്ടിലും വലുതാണ്. ബട്ട് ദേ ആർ ഫാർ അവേ, സോ ദേ ലുക്ക് സ്മോൾ. പക്ഷെ അവര് സൂര്യന് ഉള്ള ദൂരത്തെക്കാട്ടിലും ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ടാണ് അവയൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണുന്നത്. ദ സൺ ഈസ് നിയറർ, സോ ഇറ്റ് ലുക്സ് ബിഗർ. സണ്ണാണ് നമുക്ക് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ, അതുകൊണ്ടാണ് നമുക്ക് അതിനെ വലുതായിട്ട് കാണാൻ പറ്റുന്നത്. ദ ഫിഷസ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് അസ്. മീനുകൾക്ക് നമ്മളെ പോലെ സംസാരിക്കാനായിട്ട് കഴിയില്ല. ദ ഹാവ് എ ഫിഷ് ലാംഗ്വേജ് വിച്ച് ഈസ് സൈലന്റ്. അവയ്ക്ക് ഫിഷ് ലാംഗ്വേജ് ഉണ്ട്, അതായത് മീനുകളുടെ തന്നെ ഒരു ഭാഷയുണ്ട്, അതെന്താണ്? സൈലന്റ് ആണ്. ദ എർത്ത് ഈസ് റൗണ്ട്. ഭൂമി ഉരുണ്ടിട്ടാണ്. ഡിഡ് യു നോ ദാറ്റ്? നിങ്ങൾക്ക് അത് അറിയോ എന്നൊക്കെ മൊയ്ന അവളുടെ കൂടെയുള്ള കുട്ടികളോട് ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ചോദിച്ചുകൊണ്ടിരുന്നു. ഇനി ഇവിടെ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡിഡ് മൊയ്ന ഡിസൈഡഡ് ടു ലേൺ ടു റീഡ്? എന്തുകൊണ്ടാണ് മൊയ്ന വായന പഠിക്കണം എന്ന് തീരുമാനിച്ചത്? മൊയ്ന ഡിസൈഡഡ് ടു ലേൺ ടു റീഡ് സോ ദാറ്റ് ഷീ കുഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ഓൾ ഹെർ ക്വസ്റ്റ്യൻസ് ഹെർസെൽഫ്. ആഫ്റ്റർ ബീയിങ് ടോൾഡ് ദാറ്റ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു ഹെർ വോയിസ്, ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഇന്റൻഷൻ ടു ലേൺ ടു റീഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ഹെർ ക്വസ്റ്റ്യൻസ്. അവളുടെ ചോദ്യങ്ങൾക്ക്, വൈ ക്വസ്റ്റ്യൻസിനൊക്കെ അവൾക്ക് തന്നെ ഉത്തരം കണ്ടെത്താം എന്നുള്ള രീതിക്കാണ് അവൾ എന്ത് ചെയ്തത്? വായന പഠിക്കാനായിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു സ്റ്റാർസ് ലുക്ക് സ്മോളർ ദാൻ ദ സൺ? മറ്റു സ്റ്റാർസ് ഒക്കെ സണ്ണിനെക്കാട്ടിലും ചെറുതായി കാണാൻ കാരണം എന്താണ്? മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ, ബട്ട് ദേ ആർ ഫാർ അവേ, സോ ദേ ലുക്ക് സ്മോൾ. ദ സൺ ഈസ് നിയറർ, സോ ഇറ്റ് ലുക്സ് ബിഗർ. ഒരുപാട് സ്റ്റാർസ് സണ്ണിനെക്കാട്ടിലും വലുതാണ്, പക്ഷെ അവയൊക്കെ ഒരുപാട് അകലെയാണ്, അതുകൊണ്ടാണ് അവ നമുക്ക് ചെറുതായി കാണുന്നത്. സണ്ണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ആണ്, അതുകൊണ്ട് അത് നല്ല വലുതായിട്ട് കാണുന്നു. ഐ റിട്ടേൺ ടു ദ വില്ലേജ് എ ഇയർ ലേറ്റർ. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വില്ലേജിലേക്ക് തിരിച്ചുപോയി. വൺ ഈവനിങ് ഐ വിസിറ്റഡ് മൊയ്ന അറ്റ് ഹെർ ഹോം. ഒരു ദിവസം വൈകുന്നേരം ഞാൻ മൊയ്നയെ അവളുടെ വീട്ടിൽ പോയിട്ട് കണ്ടു. ഷി വാസ് സിറ്റിംഗ് ഇൻ ദ കിച്ചൺ വിത്ത് ഹെർ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് എൽഡർ ബ്രദർ ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ. അവളുടെ വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ കൂടെ അവളുടെ ലിറ്റിൽ സിസ്റ്ററും, ചെറിയ സിസ്റ്ററും, അതുപോലെ എൽഡർ ബ്രദർ, അവളെക്കാട്ടിലും ചെറിയ ബ്രദറും ഉണ്ടായിരുന്നു. അവരോട് ഒരു ടീച്ചറെ പോലെ സംസാരിക്കുകയായിരുന്നു. അവരുടെ സിസ്റ്ററിനോടും ബ്രദറിനോടും അവളൊരു ടീച്ചർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയായിരുന്നു. യു കട്ട് 1 ട്രീ ആൻഡ് പ്ലാൻ അനദർ 2. നിങ്ങൾ ഒരു മരം മുറിക്കുക, പക്ഷെ ആ സമയത്ത് പകരം 2 നടണം. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. ഡു യു നോ വൈ? നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കഴുകണം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? യു വിൽ ഗെറ്റ് എ സ്റ്റൊമക് ഏക്ക് ഇഫ് യു ഡോണ്ട്. നിങ്ങൾ അങ്ങനെ കഴുകിയില്ലെങ്കിൽ നിങ്ങൾക്ക് വയറുവേദന വരും. യു നോ നത്തിങ്. ഡു യു നോ വൈ? നിങ്ങൾക്കൊന്നും അറിയില്ല. കാരണം എന്താ നിങ്ങൾക്കറിയോ? ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് ദ സമിതി. കാരണം നിങ്ങൾ സമിതിയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. മൊയ്ന വാസ് ഗിവിംഗ് ആൻസേഴ്സ് ടു ഓൾ ഹെർ വൈസ്. മൊയ്ന അവളുടെ എല്ലാ വൈ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു വി നോ ദാറ്റ് മൊയ്ന വാസ് സ്പീക്കിംഗ് ലൈക്ക് എ ടീച്ചർ? മൊയ്ന ഒരു ടീച്ചറെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? Moina was speaking like a teacher because she was giving instructions and explanations to her younger siblings. കാരണം അവളുടെ ബ്രദറിനും സിസ്റ്ററിനും യങ്ങർ സിബ്ലിങ്സിന് അവളുടെ ഓരോ ഇൻസ്ട്രക്ഷൻസും അതുപോലെ എക്സ്പ്ലനേഷൻസും ഒക്കെ, ചില കാര്യങ്ങളുടെ വിശദീകരണം ഒക്കെ കൊടുക്കുകയായിരുന്നു. Such as telling them to wash their hands before eating and explaining the consequences of not doing so, getting a stomachache. And also asking and answering why questions like a teacher would in a classroom settings. എങ്ങനെയായിരുന്നു സിബ്ലിങ്സിന് ക്ലാസ് എടുക്കുന്നത്? അവരോട് അവരുടെ കൈകൾ കഴുകാൻ പറയുന്നു. അത് എന്തിനാണെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള ദൂഷ്യഫലം എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ഒരു ക്ലാസ് റൂമിന്റെ സെറ്റിങ്സിൽ എങ്ങനെയാണ് ഒരു ടീച്ചറുടെ ചുമതല നമുക്കറിയാം, കുട്ടികളുടെ വൈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞു കൊടുക്കണം, അല്ലെ? ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണത്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു മൊയ്നയും ചെയ്തുകൊണ്ടിരുന്നത്. When a primary school was set up in the village, Moina was the first girl to be admitted.
അവരുടെ വില്ലേജിൽ, അവരുടെ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങിയ സമയത്ത് അവിടെ ആദ്യം അഡ്മിഷൻ ലഭിച്ച പെൺകുട്ടി ആരായിരുന്നു? മൊയ്നയായിരുന്നു. മൊയ്ന ഈസ് 18 നൗ. ഇപ്പൊ മൊയ്നയ്ക്ക് 18 വയസ്സായി. ഷീ ടീച്ചേഴ്സ് അറ്റ് ദ സമിതി. അവൾ സമിതിയിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇഫ് യു പാസ് ബൈ യു ആർ ഷുവർ ടു ഹിയർ ഹെർ ഇംപേഷ്യന്റ് ഡിമാൻഡിംഗ് വോയിസ്. ഡോണ്ട് ബി ലേസി. Ask me questions. Ask me why mosquitoes should be destroyed. Why the pole star is always in the northern sky. ആ സമിതിയുടെ ഭാഗത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ അവളുടെ എന്താ പറയാ അക്ഷമയോട് കൂടിയിട്ടും അതുപോലെ ഡിമാൻഡിങ് വോയിസും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവർ കുട്ടികളോട് പറയുന്നുണ്ടായിരിക്കും, എന്ത്? ഡോണ്ട് ബി ലേസി. മടിയന്മാരാവരുത്. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക. എന്നോട് എന്തുകൊണ്ടാണ് കൊതുകുകളെ നശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എന്നോട് ചോദിക്കുക. എന്തുകൊണ്ടാണ് പോൾ സ്റ്റാർസ് എപ്പോഴും നോർത്തേൺ സ്കൈയിൽ മാത്രം കാണപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക എന്നുള്ള മൊയ്നയുടെ ശബ്ദം അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. ആൻഡ് ദ അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക് വൈ. അതുപോലെ തന്നെ മറ്റു കുട്ടികളും മൊയ്നയെ പോലെ വൈ എന്നുള്ള ചോദ്യം ചോദിച്ചു പഠിക്കുന്നുണ്ടായിരുന്നു. മൊയ്ന ഡസൻ നോ ആൻഡ് റൈറ്റിംഗ് ഹെർ സ്റ്റോറി. ഇഫ് ഷീ ഡിഡ് ഷീ വുഡ് ആസ്ക് റൈറ്റിംഗ് അബൌട്ട് മീ വൈ. മൊയ്നയ്ക്ക് ഞാൻ അവളെ കുറിച്ച് ഒരു കഥ എഴുതുകയാണ്, ഞാൻ അവളുടെ കഥ എഴുതുകയാണെന്ന് അറിയില്ല. അങ്ങനെ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ എന്നോട് ചോദിക്കും, എന്തിനാണ് എന്നെ കുറിച്ച് എഴുതുന്നത് എന്ന്. ഓക്കെ, ഈ പാഠഭാഗത്തിലെ ലാസ്റ്റ് സൈഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മൊയ്ന മോട്ടിവേറ്റ് ചിൽഡ്രൻ? മൊയ്ന മറ്റു കുട്ടികളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? മൊയ്ന മോട്ടിവേറ്റഡ് ചിൽഡ്രൻ ബൈ എൻകറേജിങ് ദം ടു ബി ക്യൂരിയസ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് നോട്ട് ബി ലേസി. മറ്റു കുട്ടികളെ അവർ കുറച്ചുകൂടെ ക്യൂരിയസ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിൽ ആകാംക്ഷ സൃഷ്ടിക്കാനും അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചും അതുപോലെ മടിയന്മാരാവരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചാണ് മൊയ്ന മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. She used an impatient, demanding voice to urge them to ask her questions about various topics such as why mosquitoes should be destroyed and why the pole star is always in the northern sky. അവളുടെ ഡിമാൻഡിങ് വോയിസും അതുപോലെ അക്ഷമയായ വോയിസിലൂടെ എങ്ങനെയാണ് പറയുന്നത്? പല വേരിയസ് ടോപ്പിക്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ കൊതുകുകളെ നശിപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ് പോൾ സ്റ്റാർസ് നോർത്തേൺ സ്കൈയിൽ മാത്രം കാണപ്പെടുന്നത്? തുടങ്ങിയിട്ടുള്ള വേരിയസ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുട്ടികളോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റേസ്ഡ് ബൈ മൊയ്ന. മൊയ്ന ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്, നോക്കൂ. വൈ ഷുഡന്റ് ഐ ക്യാച്ച് എ കോബ്ര? ഞാൻ എന്തുകൊണ്ട് ഒരു കോബ്രയെ പിടിച്ചുകൂടാ? വൈ ഡു വി ലിവ് ഇൻ എ ലീഫ് ഹട്ട്? നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ലീഫ് ഹട്ടിൽ ജീവിക്കുന്നത്, ഇല കൊണ്ടുള്ള കുടിലിൽ ജീവിക്കുന്നത്? വൈ കാൻ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? നമുക്ക് എന്തുകൊണ്ട് 2 നേരം ചോറ് കഴിക്കാൻ പറ്റുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ലൈക്ക് മൊയ്ന, യു മൈറ്റ് ഓൾസോ ഹാവ് എ നമ്പർ ഓഫ് വൈ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ മൈൻഡ്. സിറ്റ് ഇൻ ഗ്രൂപ്സ് ആൻഡ് ഫ്രെയിം ആസ് മെനി വൈ ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ based on the theme given below. Present your questions in the class. The themes could include. എന്ത് പറഞ്ഞിട്ടില്ല മക്കളെ? മൊയ്നയ്ക്ക് ഒരുപാട് വൈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, വൈ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഇരുന്നിട്ട് നിങ്ങൾക്കുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക. അതുപോലെ അത് എഴുതേണ്ട തീം നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കൂ. ആദ്യത്തെ ഒരു തീം നിങ്ങൾക്ക് നേച്ചറിനെ കുറിച്ച് എഴുതാം. അതായത് എക്സാമ്പിൾ, വൈ ഈസ് ദ ഓഷ്യൻ ബ്ലൂ? എന്തുകൊണ്ടാണ് കടലിന് നീല നിറം? ടെക്നോളജിയെ കുറിച്ച് എഴുതാം. വൈ ഡു വി യൂസ് ഹെഡ്ഫോൺസ്? നമ്മൾ എന്തുകൊണ്ടാണ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്? ഫുഡിനെ കുറിച്ച് എഴുതാം. വൈ ഈസ് ഇറ്റ് നോട്ട് ഗുഡ് ടു ഈറ്റ് ടു മെനി ചോക്ലേറ്റ്സ്? ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഹെൽത്തിനെ കുറിച്ച് എഴുതാം. വൈ ഷുഡ് വി വാഷ് അവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുന്നത്? ഇനി സോഷ്യൽ ലൈഫിനെ കുറിച്ച് എഴുതാം. വൈ ഡു വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്? നമ്മൾ എന്തിനാണ് ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നത്, ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്? അപ്പോൾ ഈ 5 ഫീൽഡിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വൈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നേച്ചറിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡു പീകോക്സ് ഷോ ഓഫ്? വൈ ഡസ് ദ റെയിൻബോ അപ്പിയർ ആഫ്റ്റർ റെയിൻ? മഴ കഴിഞ്ഞ ശേഷം എന്തുകൊണ്ടാണ് റെയിൻബോ വരുന്നത്, റെയിൻബോ കാണാൻ പറ്റുന്നത്? വൈ ഡസ് ദ മൂൺ ചേഞ്ചസ് ഇറ്റ്സ് ഷേപ്പ് എവറി നൈറ്റ്? മൂൺ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അതിന്റെ ഷേപ്പ് മാറ്റുന്നത്? വൈ ഡു പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ്? പ്ലാന്റ്സിന് എന്തിനാണ് സൺലൈറ്റ്? വൈ ഈസ് ദ സ്കൈ ബ്ലൂ? ആകാശം എന്തുകൊണ്ടാണ് നീല നിറത്തിൽ കാണുന്നത്? ഇനി അടുത്തത് ടെക്നോളജിയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വൈ ഡു റോബോട്ട്സ് നീഡ് ടു ബി പ്രോഗ്രാംഡ്? റോബോട്ട്സ് എന്തുകൊണ്ടാണ് റോബോട്ട്സിന്റെ പ്രോഗ്രാമിംഗ് ആവശ്യമായിട്ട് വരുന്നത്?
വൈ ഡു എയർപ്ലൈൻസ് ഫ്ലൈ സോ ഹൈ ഇൻ ദ സ്കൈ? എയർപ്ലൈൻസ് എന്തുകൊണ്ടാണ് ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്നത്? വൈ ഡു വി യൂസ് സ്മാർട്ട് ഫോൺസ്? നമ്മൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നത്? വൈ ഡു വി വാച്ച് ടെലിവിഷൻ? നമ്മൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ടെലിവിഷൻ വാച്ച് ചെയ്യുന്നത്? വൈ ഡു വി യൂസ് കാൽക്കുലേറ്റേഴ്സ്? നമ്മൾ എന്തുകൊണ്ടാണ് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? അടുത്തത് ഫുഡിനെ കുറിച്ച് നോക്കാം. വൈ ഡു ഒനിയൻസ് മേക്ക് അസ് ക്രൈ? ഉള്ളി അരിയുന്ന സമയത്ത് ഉള്ളികൾ എന്തുകൊണ്ടാണ് നമ്മളെ കരയിപ്പിക്കുന്നത്? വൈ ഡു വി ഫീൽ സ്ലീപ്പി ആഫ്റ്റർ ഈറ്റിംഗ് എ ബിഗ് മീൽ? ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്? വൈ ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജസ് ബിഫോർ ഇറ്റ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അടുത്തത് ഹെൽത്തിനെ കുറിച്ചുള്ള കുറച്ച് വൈ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു വി നീഡ് ടു ഡ്രിങ്ക് വാട്ടർ? നമ്മൾ എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത്? വൈ ഡു വി നീഡ് ടു ബി ഹെൽത്തി? ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വൈ ഡു വി ഗെറ്റ് ഹിക്കപ്സ്? നമുക്ക് ഹിക്കപ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ലവ് ഫ്രോം സംവൺ ടിക്കിൾസ് അസ്? നമ്മളെ ആരെങ്കിലും ഇക്കിളിയാക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ഫീൽ ടയേർഡ് ആഫ്റ്റർ എക്സസൈസസ്? കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരുപാട് ടയേർഡ് ആവുന്നത്, നമുക്ക് ക്ഷീണം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അടുത്തതായി സോഷ്യൽ ലൈഫിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡു വി ഷേക്ക് ഹാൻഡ്സ് വെൻ വി മീറ്റ്? നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? വൈ ഡു പീപ്പിൾ ക്ലാപ്പ് ആഫ്റ്റർ എ നൈസ് പെർഫോമൻസ്? ഒരു നല്ല പെർഫോമൻസിന് ശേഷം ആളുകൾ ക്ലാപ്പ് ചെയ്യുന്നത്, കൈയടിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ലൈക്ക് ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്? നമുക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് കളിക്കുന്നതിലേറെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി സ്മൈൽ അറ്റ് പീപ്പിൾ? നമ്മൾ ആളുകളെ കാണുമ്പോൾ അവരോട് ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് അവർ ഫാമിലി? നമുക്ക് നമ്മളുടെ ഫാമിലിയോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉള്ള അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 2. ക്യാൻ യു തിങ്ക് ഓഫ് എ ഫ്യൂ മീനിങ്ഫുൾ വൈ ക്വസ്റ്റ്യൻസ് ടു മാച്ച് ദ റെസ്പോൺസസ് ഗിവൻ ബിലോ? റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ റിപ്ലൈ തരുന്നുണ്ട്. അവർ പറയുന്ന മറുപടി നമുക്ക് തന്നിട്ടുണ്ട്. ആ മറുപടിക്ക് എന്ത് ചോദ്യത്തിനായിരിക്കും അവർ മറുപടി കൊടുത്തിട്ടുണ്ടായിരിക്കുക? അതായത് അവരോട് ചോദിച്ച ചോദ്യം എന്താണ്, വൈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എഴുതേണ്ടത്. ഫസ്റ്റ് പിക്ചർ നോക്കൂ. കുട്ടി പറയാണ് ടീച്ചറോട്, ഐ മിസ്ഡ് ദ സ്കൂൾ ബസ്. എനിക്ക് സ്കൂൾ ബസ് മിസ്സായി. ഇപ്പം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക? വൈ ആർ യു ലേറ്റ്? നീ എന്തുകൊണ്ടാണ് വൈകിയത് എന്നായിരിക്കും അല്ലേ? രണ്ടാമത്തേത്, ഐ എം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ബാഗ്. എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്, കാരണം എനിക്കിന്നൊരു പുതിയ ബാഗ് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ആർ യു വെരി ഹാപ്പി ടുഡേ? നീ എന്താണെന്ന് നല്ല സന്തോഷത്തിൽ എന്നായിരിക്കും അല്ലേ? മൂന്നാമത്തെ പിക്ചർ, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഹോംവർക്ക്. എനിക്ക് ഹോംവർക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ഡിഡ്ന്റ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? നീ എന്താ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാത്തത് എന്നായിരിക്കാം ചോദിച്ചത്. പിന്നെ അടുത്തത്, വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് എനർജറ്റിക്. നമ്മൾ നല്ല സ്ട്രോങ്ങും എനർജറ്റിക്കും ആയിരിക്കണമെങ്കിൽ ഹെൽത്തി ഫുഡ്സ് കഴിക്കണം എന്നാണ് കുട്ടി റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ഷുഡ് വി ഈറ്റ് ഹെൽത്തി ഫുഡ്? നമ്മൾ എന്തുകൊണ്ടാണ് ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ പിക്ചർ, ഐ ഫൊഗോട്ട് ടു കീപ് ദ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇൻ മൈ ബാഗ്. സാറോട് കുട്ടി പറയാണ്, ഞാൻ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ബാഗിൽ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും സാർ ചോദിച്ചിട്ടുണ്ടായിരിക്കുക? വൈ ഡിഡ്ന്റ് യു ബ്രിങ് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? നീ എന്താ നിന്റെ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കൊണ്ടുവരാഞ്ഞത് എന്നായിരിക്കും അല്ലേ? പിന്നെ അവസാനത്തേത്, ഐ എം റിയലി സാഡ് ബിക്കോസ് ഐ മിസ് മൈ ഗ്രാൻഡ് മ. ഞാൻ വളരെ സങ്കടത്തിലാണ്, അതിന് കാരണം എനിക്ക് എൻ്റെ ഗ്രാൻഡ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ആർ യു സോ സാഡ്? നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 3. റീഡ് ദ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ഇത് നമ്മളുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഒരുപാട് സ്റ്റാർസ് സണ്ണിനെക്കാട്ടിലും ബിഗ്ഗർ ആണ്. വി യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു കമ്പയർ തിങ്സ്. ഹിയർ വി ആർ കമ്പയറിംഗ് ദ സ്റ്റാർസ് ആൻഡ് ദ സൺ യൂസിങ് ദ വേർഡ് ബിഗ്ഗർ. നമ്മൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് വേർഡ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ സ്റ്റാറിനെയും സണ്ണിനെയും കമ്പയർ ചെയ്തിരിക്കുകയാണ് യൂസിങ് ദ വേർഡ് ബിഗ്ഗർ. ബിഗ്ഗർ എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് ഈ സ്റ്റാറിനെയും സണ്ണിനെയും കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് മെനി സ്റ്റാർസ് ആർ ബിഗ്ഗർ ദാൻ സൺ. സണ്ണിനെക്കാട്ടിലും വലുതാണ് ഒരുപാട് നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ലെറ്റ് us read a few more sentences. നമുക്ക് കുറച്ചുകൂടെ സെന്റൻസ് താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കൂ. A rabbit is fast. ഒരു മുയൽ എന്താണ്? ഫാസ്റ്റ് ആണ്, വേഗത്തിൽ ഓടാറുണ്ട്. A deer is faster than a rabbit. എന്നാൽ ഒരു മാൻ എന്താണ്? റാബിറ്റിനെക്കാട്ടിലും ഫാസ്റ്റ് ആണ്, റാബിറ്റിനേക്കാളും ഫാസ്റ്റ് ആണ് മാന്. അപ്പോൾ ഇവിടെ ഫാസ്റ്റിനെക്കാട്ടിലും ഫാസ്റ്റ് ആണ് എന്നുള്ള അതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഡീറിനെയും റാബിറ്റിനെയും മാത്രമാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീർ റാബിറ്റിനെക്കാട്ടിലും ഫാസ്റ്റർ ആണ് എന്ന് പറഞ്ഞു പഠിക്കുന്നു. എ ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ. എന്നാൽ ഒരു ചീറ്റ എന്താണ്? ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ. എല്ലാ മൃഗങ്ങളെക്കാട്ടിലും ഫാസ്റ്റ് കൂടുതൽ എന്തിനാണ്? ചീറ്റയ്ക്കാണ്. അപ്പൊ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരാളെ മാത്രം പറയുമ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. രണ്ട് പേര് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ എന്ന് യൂസ് ചെയ്തു. എല്ലാവർക്കും ഇടയിൽ ഇയാളാണ് ഫാസ്റ്റ് എന്ന് പറയുന്നതിന് ഫാസ്റ്റസ്റ്റ് എന്ന് യൂസ് ചെയ്തു. നൗ ലുക്ക് അറ്റ് ദ ഇൻഫർമേഷൻസ് ഗിവൺ ബിലോ. ഇതിന് താഴെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, നോക്കൂ. ആദ്യത്തേത് അലക്സ്, പിന്നെ രണ്ടാമത്തെ കുട്ടി എറിക്, മൂന്നാമത്തേത് ലോറിസ്. അപ്പോൾ ഇവരുടെ ഏജും ഹൈറ്റും സ്ട്രെങ്ത്തും ക്രിയേറ്റിവിറ്റിയും കോൺഫിഡൻസും ആണ് തന്നിട്ടുള്ളത് നമുക്ക്. അലക്സിന്റെ ഏജ് 16 ആണ്, എറിക്കിന്റെ ഏജ് 12, ലോറിസ് 22. അലക്സിന്റെ ഹൈറ്റ് 165 സെന്റിമീറ്റർ, എറിക്കിന്റെ ഹൈറ്റ് 150 സെന്റിമീറ്റർ, ലോറിസിൻ്റെത് 175 സെന്റിമീറ്റേഴ്സ്. പിന്നെ അലക്സിന്റെ സ്ട്രെങ്ത് 2 സ്റ്റാറും എറിക്കിൻ്റെത് 1 സ്റ്റാറും ലോറിസിൻ്റെത് 3 സ്റ്റാറും. അപ്പൊ ലോറിസിനാണ് സ്ട്രെങ്ത് കൂടുതൽ. ക്രിയേറ്റിവിറ്റി അലക്സിന് 2 സ്റ്റാർ, എറിക്കിന് 3 സ്റ്റാർ, ലോറിസിന് 1 സ്റ്റാർ. അപ്പൊ ക്രിയേറ്റിവിറ്റി കൂടുതൽ 3 സ്റ്റാർ ആയിട്ടാണ്, എറിക്കിനാണ് ക്രിയേറ്റിവിറ്റി കൂടുതൽ. അതുപോലെ കോൺഫിഡൻസ് അലക്സിന് 3 സ്റ്റാർ, എറിക്കിന് 2 സ്റ്റാർ, ലോറിസിന് 1 സ്റ്റാർ. കോൺഫിഡൻസ് കൂടുതൽ ആർക്കാണ്? അലക്സിനാണ്. അപ്പോൾ 3 പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ക്വാളിറ്റീസ് ആണ് ഇവിടെ നമുക്കിനി കമ്പയർ ചെയ്യേണ്ടത്. ഹിയർ എറിക് ഈസ് യങ്. ഇവിടെ എറിക്കാണ് എന്ത്? ഏറ്റവും യങ് ആയിട്ടുള്ളത്, ഏറ്റവും ചെറിയ പ്രായക്കാരൻ എറിക്കാണ്. അലക്സ് ഈസ് യങ്ങർ ദാൻ ലോറിസ്. ലോറിസിനെക്കാട്ടിലും യങ്ങർ, അല്ലെങ്കിൽ ലോറിസിന് 22 ആണ്, അലക്സിന് 16 ആണ്. ലോറിസിനെക്കാട്ടിലും ചെറിയ ആളാരാണ്? അലക്സ് ആണ്. എറിക് ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ. 3 പേരിലും യങ് ആയിട്ടുള്ള, 3 പേരും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, 3 പേരിലേയും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആരാണ്? എറിക് ആണ്. അതായത് ഒരാളെ മാത്രം പറയുമ്പോൾ യങ്, 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യങ്ങർ, എല്ലാവരുടെയും കൂട്ടത്തിൽ ഇന്നയാളാണ് ചെറുതെന്ന് പറയുമ്പോൾ യങ്ങസ്റ്റ്. Let us go through the 3 degrees of comparisons. ഇവിടെ നമുക്ക് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? യങ്, യങ്ങർ, യങ്ങസ്റ്റ്, ഇത് 3 ഡിഗ്രിയാണ്. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അതായത് യങ് എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അവിടെ നമ്മളൊരു സിംഗിൾ തിങ്കിനെയാണ് പറഞ്ഞിട്ടുള്ളത്, എറിക്കിനെ മാത്രം പറഞ്ഞു. അവിടെ ഒരു കമ്പാരിസൺ വന്നിട്ടില്ല, 2 പേരുടെ ഒരു കമ്പാരിസൺ വന്നിട്ടില്ല. എറിക്കിനെ മാത്രം പറഞ്ഞതുകൊണ്ട് യങ് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ നേരത്തെ റാബിറ്റിനെ മാത്രം പറഞ്ഞപ്പോൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞു, അതും ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. രണ്ടാമത്തേത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട്, അതിലൊരു കമ്പാരിസൺ വരുന്നുണ്ട്. യങ്ങർ അല്ലെങ്കിൽ ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് 2 പേർക്കിടയിൽ. 2 പേർക്കിടയിൽ കമ്പയർ ചെയ്ത് പറയുന്നതിന് നമ്മൾ കമ്പറേറ്റീവ് എന്നാണ് പറയുക, കമ്പറേറ്റീവ് ഡിഗ്രി. മൂന്നാമത്തേത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ മോർ ദാൻ 2 പേഴ്സൺസിനിടയിൽ, 2ൽ കൂടുതൽ വ്യക്തികൾക്കിടയിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് സൂപ്പർലേറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഫാസ്റ്റസ്റ്റ്, യങ്ങസ്റ്റ് എന്നൊക്കെ പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, 3rd ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. Now revisit the informations about Alex, Eric and Loris. Write about their height and strength, making a comparison. ഇനി എലക്സും എറിക്കും ലോറസിനെയും കുറിച്ച് തന്നിട്ടുള്ള ടേബിൾ ഒന്നുകൂടെ നിങ്ങൾ പരിശോധിക്കുക. അതിൽ അവരുടെ ഹൈറ്റിൻ്റെയും സ്ട്രെങ്ത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഈ 3 ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്പാരിസൺ വരുന്നത് നമുക്ക് 2nd ഡിഗ്രിയും 3rd ഡിഗ്രിയുമാണ്, 1st ഡിഗ്രി കമ്പാരിസൺ വരുന്നില്ല. അപ്പോൾ ആ രീതിക്ക് വേണം എഴുതാനായിട്ട്. നോക്കൂ മക്കളെ, ഞാനിവിടെ തരുന്നുണ്ട്. ആദ്യം ടോളിനെ കമ്പയർ ചെയ്തിട്ടാണ് തരുന്നത്. ലോറിസ് ഈസ് ദ ടോളസ്റ്റ്. ലോറിസ് ആണ് ഏറ്റവും 3 പേർക്കിടയിലും ഏറ്റവും കൂടുതൽ ടോളായിട്ടുള്ളത് ലോറിസ് ആണ്. സോ ടോളസ്റ്റ് എന്ന് പറഞ്ഞു. അലക്സ് ഈസ് ഷോർട്ടർ ദാൻ എറിക്. എറിക്കിനെക്കാട്ടിലും ഷോർട്ടർ ആയിട്ടുള്ളത്, ഹൈറ്റ് കുറവ് അലക്സിനാണ്, ടോള് കുറവ് അലക്സിനാണ്. പിന്നെ എറിക് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ. എറിക് ആണ് എല്ലാവരുടെ ഇടയിലും
ഷോർട്ടസ്റ്റ് എന്നാണ് വരിക. അപ്പൊ എറിക്കാണ് 3 പേർക്കിടയിലും ഏറ്റവും ചെറിയ ആൾ, അതുകൊണ്ട് ഷോർട്ടസ്റ്റ് എന്ന് യൂസ് ചെയ്തു. ഇനി സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ലോറിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള് ലോറിസ് ആണ്. സ്ട്രോങ്ങസ്റ്റ് എന്നാണ് പറയാ കേട്ടോ. അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക്, എറിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് കൂടുതൽ അലക്സിനാണ്, അതുകൊണ്ട് സ്ട്രോങ്ങർ എന്ന് യൂസ് ചെയ്തു. എറിക് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ, വീക്കർ, വീക്കസ്റ്റ് എന്നാണ് 3 ഡിഗ്രി. അപ്പോൾ എറിക്കാണ് 3 പേർക്കിടയിൽ വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ള ആള് എന്ന് വീക്കസ്റ്റ് എന്ന് യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിഗ്രി ഓഫ് പല വേർഡ്സിൻ്റെയും 3 ഡിഗ്രി നമുക്ക് നോക്കാനായിട്ട് പറ്റിയില്ലേ. ആദ്യം നമ്മൾ ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞു, പിന്നെ യങ്ങസ്റ്റ് എന്ന് പറഞ്ഞു, ടോളസ്റ്റ് എന്ന് പറഞ്ഞു, ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു, സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞു, വീക്കസ്റ്റ് എന്ന് പറഞ്ഞു. ഇത്രയും ഡിഗ്രി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വേർഡ്സിന്റെ 3 ഡിഗ്രീസ് മനസ്സിലായില്ലേ? ഇനി ചില വേർഡ്സിന് നമുക്ക് ഇതുപോലെ ടോളസ്റ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ ആറും ടിയും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ അതിന് പകരമായിട്ട് മോസ്റ്റ് എന്നീ 2 വേർഡ്സ് ആണ് കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, അലക്സ് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ ലോറിസ്. ഇവിടെ ക്രിയേറ്റീവ് എന്നുള്ള വേർഡിനെ നമുക്ക് ക്രിയേറ്റിവിസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? മോർ ക്രിയേറ്റീവ്, മോസ്റ്റ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു. മോർ എന്ന് പറയുമ്പോൾ 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അല്ലെങ്കിൽ മോർ ദാൻ 2 പേഴ്സൺസിനിടയിൽ കമ്പയർ ചെയ്യുന്നു പറയുന്ന 3 വ്യക്തികൾക്കിടയിൽ ഇയാളാണ് കൂടുതൽ എന്ന് പറയാൻ മോസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ലീസ്റ്റ് എന്ന് പറയുന്നതും കേട്ടോ. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, മേക്ക് 5 സെന്റൻസസ് ബൈ കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് അലക്സ്, എറിക് ആൻഡ് ലോറിസ്. ഇനി അലക്സിനെയും ലോറിസിനെയും എറിക്കിനെയും വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്യുന്ന 5 സെന്റൻസസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, എക്സാമ്പിൾ, ലോറിസ് ഈസ് ടോളർ ദാൻ എറിക്, എറിക്കിനെക്കാട്ടിലും ടോളർ ആരാണ്? ലോറിസ് ആണ്. അതുപോലെ അലക്സ് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ എറിക്, എറിക്കിനെക്കാട്ടിലും കൂടുതൽ കോൺഫിഡൻസ് ആർക്കാണ്? അലക്സിനാണ്. ലോറിസ് ഈസ് ദ ലീസ്റ്റ് ക്രിയേറ്റീവ് ഓഫ് ഓൾ, എല്ലാവരെക്കാട്ടിലും ലീസ്റ്റ് ആയിട്ടുള്ള കുറവ് ക്രിയേറ്റിവിറ്റി ആർക്കാണുള്ളത്? ലോറിസിനാണ്. എറിക് ഈസ് ദ മോസ്റ്റ് ക്രിയേറ്റീവ്, 3 പേർക്കിടയിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആള് എറിക് ആണ്. അലക്സ് ഈസ് ദ മോസ്റ്റ് കോൺഫിഡൻറ്റ് ഓഫ് ഓൾ, 3 പേർക്കിടയിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് അലക്സിനാണ്. എറിക് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ ലോറിസ്, ലോറിസിനെക്കാട്ടിലും കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതൽ എറിക്കിനാണ്. നമ്മൾ പല രീതിക്ക് മോസ്റ്റും വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ 3 ഡിഗ്രീസും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. തന്നെ നമുക്കൊരു 3ാമത്തെ ആക്ടിവിറ്റി വരുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ സ്പേസസ് പ്രൊവൈഡഡ് ബിലോ. താഴെ നമുക്ക് കുറച്ച് ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് ഏത് ഡിഗ്രി ഓഫ് വേർഡ് വെച്ചാണോ യൂസ് ചെയ്യേണ്ടത് ആ രീതിക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ലെമൺ, ഓറഞ്ച്, പിന്നെ വാട്ടർമെലൺ, ഇത് 3നെയും കൂടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. എ ലെമൺ ഈസ് സ്മോൾ, ലെമൺ എന്താണ്? സ്മോൾ ആണ്. ആൻഡ് ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ എ വാട്ടർമെലൺ, വാട്ടർമെലനെക്കാട്ടിലും കുറച്ചുകൂടെ സ്മോളർ ആരാണ്? ഓറഞ്ച് ആണ്. ദ ലെമൺ ഈസ് ദ സ്മോളസ്റ്റ് എമംഗ് ദം, ഈ 3 ഫ്രൂട്ട്സിന്റെയും ഇടയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആരാണ്? ലെമൺ ആണ്. ഇനി നമുക്ക് അടുത്തത് റോസ് പ്ലാന്റ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഈ 3നെയും കൂടെ ടോൾ വെച്ചിട്ട് കമ്പയർ ചെയ്യണം. കാരണം കോക്കനട്ട് ട്രീയുടെ ടോളസ്റ്റ് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ടോൾ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. എ റോസ് പ്ലാന്റ് ഈസ് ടോൾ, റോസ് പ്ലാന്റ് എന്താണ്? ടോൾ ആണ്. എ മാംഗോ ട്രീ ഈസ് ടോളർ ദാൻ എ റോസ് പ്ലാന്റ്, റോസ് പ്ലാന്റിനെക്കാട്ടിലും ടോളർ ആരാണ്? മാംഗോ ട്രീ ആണ്. എ കോക്കനട്ട് ട്രീ ഈസ് ദ ടോളസ്റ്റ്, ഇനി 3 പേർക്കിടയിലും വെച്ചിട്ട് ഏറ്റവും ടോൾ ആയതാണ്? കോക്കനട്ട് ട്രീ ആണ്. അടുത്ത പിക്ചറിൽ നമുക്കൊരു ഫോക്സ്, വോൾഫ്, ടൈഗർ, 3 ആനിമൽസിനെ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യേണ്ടത്? ഡേഞ്ചറസ് എന്നാണ് കേട്ടോ. ഡേഞ്ചറസിനെ നമുക്ക് 3 ഡിഗ്രിയിൽ വെച്ച് എഴുതാൻ മോസ്റ്റ് എന്ന് വെച്ച് എഴുതാനേ പറ്റുള്ളൂ. ഡേഞ്ചറസർ എന്ന് പറയാനായിട്ട് പറ്റില്ല. 2ാമത്തെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, എ വോൾഫ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എ ഫോക്സ്, ഒരു ഫോക്സിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡേഞ്ചറസ് ആരാണ്? വോൾഫ് ആണ്. അപ്പൊ നമുക്ക് ഫോക്സിന്റെ എന്ത് എഴുതാം? എ ഫോക്സ് ഈസ് ഡേഞ്ചറസ്, ഫോക്സ് എന്താണ്? ഡേഞ്ചറസ് ആണ്. ടൈഗർ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ, അനിമൽസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആണ്, മോസ്റ്റ് ഡേഞ്ചറസ് ടൈഗർ ആണ്. അടുത്ത പിക്ചറിൽ നമുക്കൊരു സ്കൂട്ടറും ഒരു ബുള്ളറ്റും ഒരു കാറും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ്പെൻസീവ് എന്നാണ് തന്നിട്ടുള്ളത്. സ്കൂട്ടർ ഈസ് എക്സ്പെൻസീവ്, എക്സ്പെൻസീവിനെ നമുക്ക് എക്സ്പെൻസീവസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ മോറും മോസ്റ്റും തന്നെ യൂസ് ചെയ്യണം.
എ ബുള്ളറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ സ്കൂട്ടർ. സ്കൂട്ടറിനെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതൽ ബുള്ളറ്റിനാണ്. എ കാർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫ് ദീസ് ടു. ഈ രണ്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസ് കൂടുതൽ കാറിനാണ്. Activity 4. Moina became a teacher at the Samiti after studying in the village school. The Samiti is planning to celebrate Tribal Pride Day. They have decided to facilitate Moina on her achievement. മൊയ്ന എന്തായി സമിതി സ്കൂളിലെ ടീച്ചറായിട്ട് മാറി അല്ലേ. അവിടുത്തെ വില്ലേജ് സ്കൂളിൽ പഠിച്ചിട്ട് സമിതിയിലെ ഒരു ടീച്ചറായിട്ട് മാറി. അങ്ങനെ സമിതിയുടെ ഒരു ആളുകൾ എന്ത് പ്ലാൻ ചെയ്തു, ട്രൈബൽ പ്രൈഡ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം ആചരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അന്ന് എന്താണ് മൊയ്നയെ ഫെലിസിറ്റേറ്റ് ചെയ്തിട്ട് അവൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചു. ഹിയർ ഈസ് എ നോട്ടീസ് ബൈ ദ സമിതി റെഡിറ്റ്. അപ്പോൾ അവർ പുറത്തിറക്കിയ ഒരു നോട്ടീസ് താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കണം. ട്രൈബൽ പ്രൈഡ് ഡേ സെലിബ്രേഷൻസ്. ട്രൈബൽ പ്രൈഡ് ഡേ സെലിബ്രേഷൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സമിതി വെസ്റ്റ് ബംഗാൾ. അതിന്റെ പ്ലേസും കൊടുത്തിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, വി ആർ എക്സൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു സെലിബ്രേറ്റ് ട്രൈബൽ പ്രൈഡ് ഡേ വിത്ത് അസ്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഡേറ്റ് 15 നവംബർ 2010. വെന്യൂ എന്ന് വെച്ചാൽ എവിടെയാണോ നടത്തുന്ന സ്ഥലം, സമിതി ഓഡിറ്റോറിയം. ടൈം 10 AM. We are happy to welcome Dr. Lekha IAS as our chief guest. We will felicitate Moina, the first tribal girl to attend the village school and become a teacher. Come join us on the occasion. അപ്പോൾ അവിടെ ആരാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് വെൽക്കം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡോക്ടർ ലേഖ IASനെയാണ്. പിന്നെ അതുപോലെ മൊയ്നയെ ഫെലിസിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. നമ്മളുടെ ആദ്യത്തെ ട്രൈബൽ ഗേൾ ആണ്, ഒരു ടീച്ചറായിട്ട് മാറിയിട്ടുള്ള ആദ്യത്തെ ട്രൈബൽ ഗേൾ ആണ്. അവളെ ഫെലിസിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം എന്താണെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നോട്ടീസിൽ. പിന്നെ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടുണ്ട്. കം ജോയിൻ us ഓൺ ദ ഒക്കേഷൻ. വാം റിഗാർഡ്സ് കൺവീനർ സമിതി. ഡേറ്റും കൊടുത്തിട്ടുണ്ട് 1/11/2010. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, your school is planning a special program to felicitate your friend on her amazing achievement at the National Athletic Meet. Imagine you are the charge of organizing the event. Draft a notice to invite people to the program. നിങ്ങളുടെ സ്കൂള് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രോഗ്രാം? നാഷണൽ അത്ലറ്റിക് മീറ്റിൽ എന്താണ് നല്ല വിജയം കൈവരിച്ച നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഫെലിസിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കാണ് ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇൻചാർജ് വന്നിട്ടുള്ളത്. അത് നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കണം. പിന്നെ നോട്ടീസ് എന്ന ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഏതാണോ ഡേറ്റ്, നവംബർ 12, 2025 പ്രോഗ്രാം. പിന്നെ അതുപോലെ ടൈം 1 PM. വെന്യൂ നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ പ്രോഗ്രാമിന് ഒരു ഹെഡിങ് കൊടുക്കണം, ഫെലിസിറ്റേഷൻ പ്രോഗ്രാം ഫോർ നാഷണൽ അത്ലറ്റിക് മീറ്റ് വിന്നർ. This is to inform all students, staff and parents that our school is organizing a special program to felicitate Ameya TK, a student of class 6B, for her outstanding achievement in winning the gold medal at the National Athletic Meet. അപ്പം അമേയ എന്ന് പറയുന്ന കുട്ടിക്ക്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമേയ എന്ന് പറയുന്ന കുട്ടി നാഷണൽ അത്ലറ്റിക് മീറ്റിൽ നല്ല മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവളെ ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. The details of the program are as follow. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക. ഡേറ്റ് നവംബർ 12, 2025. ടൈം 1 PM. Venue school auditorium. All are cordially invited to attend the program and encourage the budding athlete. അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു കാർട്ടും കൊടുക്കുക. ലസ്ന, ഹെഡ് ഓർഗനൈസർ, സ്പോർട്സ് ക്ലബ്ബ്. ആരാണോ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ പേരും പൊസിഷനും എഴുതണം. Activity 5. Read the following sentences from the story. Why do you read books before you go to sleep? Because books have the answers to your whys. അപ്പോൾ മൊയ്ന ചോദിക്കുകയാണ് ഓത്തറോട്, എന്തിനാണ് ഉറങ്ങുന്നതിന് മുന്നേ ബുക്സ് വായിക്കുന്നത്? ഓത്തർ എന്താ പറയുന്നത്? കാരണം ബുക്സ് നിന്റെ വൈ ക്വസ്റ്റ്യൻസിന് ബുക്ക് വായിക്കുന്നതിലൂടെ എനിക്ക് അതിനെല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. മൊയ്ന went to the library to get answers for all her whys. Moina used to prepare notes of the books she read. Here is an example. Read it. മൊയ്ന അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? അതിനുശേഷം ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് ബുക്സ് ഒക്കെ എടുത്തു. അവൾ വായിക്കാനായിട്ട് തുടങ്ങി. അവൾ വായിക്കുന്ന ബുക്സിന്റെ നോട്ടും അവൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഒരു നോട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ, ബുക്കിന്റെ പേര് ആലീസ് ഇൻ വണ്ടർലാൻഡ്. എഴുതിയ ആള് ഓതർ ലൂയിസ് കാരോള്.
type of book, children's literature. This novel tells the story of a curious young girl named Alice. She falls down a rabbit hole and enters a fantasy world called Wonderland. She meets a variety of characters, including the Queen of Hearts, the Cheshire Cat, the Mad Hatter, the Caterpillar, etc. These characters behave in a very strange ways that surprises Alice. At the end of the story, she finds that it was only a dream. ഇപ്പൊ ഇത് ആലീസ് എന്ന് പറയുന്ന കുട്ടി ഒരു റാബിറ്റ് ഹോളിലൂടെ ഒരു അത്ഭുത ലോകത്ത് ചെന്ന് അവിടെയുള്ള എത്തുന്ന കഥയാണ്. ഒരു ലോകത്ത് ആ ഫാന്റസി വേൾഡിനെ വണ്ടർലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അവിടെ അവൾ ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സിനെ കണ്ടുമുട്ടുന്നു. ഇവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്ട്രേഞ്ച് ബിഹേവിങ്സ് ആണ് നൽകുന്നത്. അത് ആലീസിനെ ഒരുപാട് സർപ്രൈസ് ചെയ്യിക്കുന്നു. അങ്ങനെ ഈ സ്റ്റോറിയുടെ അവസാനം ഇതൊരു ഡ്രീം മാത്രമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? Now search for an interesting book in your library. Read it and prepare a short note to be presented at the school English club. നിങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിക്കാം. അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ്ബിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. Title: The Adventures of Tom Sawyer. Author: Mark Twain. Type of book: fun classic story for kids. This book is about a naughty, clever boy named Tom Sawyer. Tom Sawyer എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടി ഭയങ്കര കുസൃതികാരനാണ്, അതുപോലെ ഭയങ്കര ക്ലവർ ആണ്, ബുദ്ധിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവനെ കുറിച്ചാണ് ഈ ബുക്കിൽ പറയുന്നത്. ഹി ലിവ്സ് വിത്ത് ഹിസ് aunt പോളി നെക്സ്റ്റ് ടു ദ ബിഗ് മിസിസിപ്പി റിവർ. അപ്പോൾ മിസിസിപ്പി റിവറിന് അടുത്താണ് അവൻ്റെ ആൻറ്റി താമസിക്കുന്നത്. അവരുടെ കൂടെയാണ് ടോം താമസിക്കുന്നത്. ടോം ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ഇൻ ടു ട്രബിൾ. ടോം എല്ലാ സമയത്തും എന്താണ്, ഓരോ അപകടത്തിൽ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ഹിസ് ഫേമസ് ഫോർ ട്രിക്കിംഗ് അതർ കിഡ്സ് ഇൻ ടു പെയിന്റിംഗ് എ ഫെൻസ് ഫോർ ഹിം. അവന് വേണ്ടിയിട്ട് മറ്റു കുട്ടികളെ കൊണ്ട് ഒരു ഫെൻസ് വരപ്പിക്കുന്നതിൽ, മതിലൊക്കെ വേലി വരപ്പിക്കുന്നതിൽ അവന് മിടുക്കനാണ്. ഹി ഓൾസോ ഹാസ് ഫൺ അഡ്വെഞ്ചേഴ്സ് വിത്ത് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഹക്കിൾബെറി ഫിൻ. അതുപോലെ അവന് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹക്കിൾബെറി ഫിൻ. അവനെ കൊണ്ട് നല്ല അഡ്വെഞ്ചേഴ്സ് അവൻ ഉണ്ടാവാറുണ്ട്. They even see a bad guy commit a murder one night in a graveyard. അങ്ങനെ ഒരു ദിവസം ഒരു ഗ്രേവ്യാർഡിൽ വെച്ചിട്ട് ഒരാളെ കൊലപ്പെടുത്തുന്നത്, ഒരു ചീത്ത ആയ ആൾ ഒരാളെ കൊലപ്പെടുത്തുന്നത് വരെ അവർ കണ്ടു. ടോം ഈസ് ഓൾസോ ട്രൈങ് ടു ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് എ ഗേൾ നെയ്മഡ് ബെക്കി താച്ചർ. ബെക്കി താച്ചർ എന്ന് പറയുന്ന കുട്ടിയോട് ഇവന് കുറച്ചൊരു അടുപ്പുണ്ടായിരുന്നു. അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവന് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതും സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഇൻ ദ എൻഡ് ടോമി ആൻഡ് ഹക്ക് ഗോ ഓൺ എ സെർച്ച് ആൻഡ് ഫൈൻഡ് എ ലോട്ട് ഓഫ് ബറീഡ് ട്രഷർ. അങ്ങനെ അവസാനം ടോമും ഹക്കും കൂടെ ഒരു സെർച്ചിങ് ഒക്കെ നടത്തിയിട്ട് അവർ പല തെരച്ചിലുകൾക്കിടയിൽ ഒരു കുഴിച്ചിട്ട നിധി കണ്ടുപിടിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് സ്റ്റോറി ഫോർ കിഡ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫൺ സ്റ്റോറിയാണ് ഇത്. Activity 6. Moina, the curious girl from our story, keeps a diary to record her adventures and thoughts. A part of it gets wet in the rain and can't be read. Help Moina restore the last part. അപ്പോൾ മൊയ്ന അവളുടെ ക്യൂരിയോസിറ്റീസും അഡ്വഞ്ചേഴ്സും തോട്ട്സും ഒക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഴ പെയ്തു, ആ ഡയറി നനഞ്ഞു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനില്ലാതായി. അപ്പോൾ ഈ ഡയറിയുടെ ഒരു ഡയറി എൻട്രി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് പാർട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. 22:11. Dear diary, today was a fun day. It appeared that it might rain, but I still wanted to go outside. When I went to the riverside, I saw a boy crying. ഇന്ന് നല്ല മഴയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത്, എനിക്ക് പുറത്ത് പോകണമായിരുന്നു. പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ റിവർ സൈഡിൽ ഒരു ആൺകുട്ടി നിൽക്കുന്നതായിട്ട് കണ്ടു. ആൺകുട്ടി കരയുന്നതായിട്ട് കണ്ടു. ഐ ആസ്ക്ഡ് ഹിം വാട്ട് വാസ് റോങ്. ഞാൻ അവനോട് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഹി സെഡ് ഹി ലോസ്റ്റ് ഹിസ് ലിറ്റിൽ ടോയ് ബോട്ട് ഇൻ ദ വാട്ടർ. അവൻ എന്നോട് പറഞ്ഞു അവന്റെ കളിക്കുന്ന തോണി വെള്ളത്തിൽ പെട്ടു എന്ന് പറഞ്ഞു. ഐ ഹെൽപ്ഡ് ഹിം ലുക്ക് ഫോർ ഇറ്റ് ആൻഡ് വി ഫൗണ്ട് ഇറ്റ് നിയർ എ ബിഗ് റോക്ക്. ഞാൻ അവനെ അത് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചു. അതൊരു വലിയ പാറയുടെ അടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. The boy stopped crying and gave me a big smile. അപ്പോൾ അത് കിട്ടിയപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്തു? അവന്റെ കരച്ചിൽ നിർത്തി എനിക്ക് നല്ലൊരു ചിരി സമ്മാനിച്ചു. We played by the river for a little while until it really started to rain. ഞങ്ങൾ ആ പുഴയുടെ തീരത്തിരുന്ന് കുറച്ച് സമയം കളിച്ചു. നല്ലതുപോലെ മഴ പെയ്യുന്നത് വരെ ഞങ്ങൾ കളിച്ചു. It was nice to help someone. I came home and I had some hot tea.
മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്താണ് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ വീട്ടിലേക്ക് വന്ന് നല്ലൊരു ചൂടുള്ള ചായ കുടിച്ചു. ഗുഡ് നൈറ്റ് ഡയറി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. Activity 7. One day, Moina's teacher took the class for a nature walk and the children were very happy. Look at the picture carefully and describe what you see and what you feel about it. ഒരു ദിവസം മൊയ്നയുടെ ടീച്ചർ അവരെ നേച്ചർ വാക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അവര് വാക്കിന് പോയ സമയത്ത് അവര് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട്. പിക്ചർ ശ്രദ്ധാപൂർവ്വം നോക്കുക. എന്നിട്ട് ഈ പിക്ചറിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റും? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഡിസ്ക്രൈബ് ദ പ്ലേസസ്, ട്രീസ് ആൻഡ് സറൗണ്ടിങ്സ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട്, അതിലെല്ലാം പ്ലേസിനെയും മരങ്ങളെയും സറൗണ്ടിങ്സിനെയും എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഹൗ ഡു ദ ട്രീസ് ലുക്ക്? എങ്ങനെയൊക്കെയാണ് മരങ്ങൾ കാണപ്പെടുന്നത്? ആർ ദേ ടോൾ, ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്? അത് നിങ്ങൾക്ക് എഴുതാം. അത് നല്ല ടോൾ ആണോ, അതുപോലെ ഫുൾ ഓഫ് ഗ്രീൻ ലീവ്സ് ആണോ, അത് നിങ്ങൾക്ക് എഴുതാം. ആർ ദർ മെനി ഫ്ലവേഴ്സ്? എനി ഫ്ലവേഴ്സ്? ഒരുപാട് ഏതെങ്കിലും പൂക്കൾ ഉണ്ടോ? വാട്ട് കളേഴ്സ് ആർ ദേ? ആ പൂക്കൾ ഏതൊക്കെ കളറാണ്? ഹൗ ഡു ദേ മേക്ക് ദ പ്ലേസ് ഫീൽ? ഈ സ്ഥലത്തിന് ആ പൂക്കൾ ഭംഗി നൽകുന്നുണ്ടോ? അവ എങ്ങനെയാണ് ആ പ്ലേസിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്? അത് എഴുതാം. ഹൗ ഡു ദ ചിൽഡ്രൻ ഫീൽ? കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കും? ആർ ദേ ഹാപ്പി? അവർ സന്തോഷത്തിലാണോ? എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ്? ആകാംക്ഷയിലാണോ? അത് നിങ്ങൾക്ക് എഴുതാം. ഡു യു സീ എനി ആനിമൽസ് ഓർ ബേർഡ്സ്? ഇതിൽ ഏതെങ്കിലും ആനിമൽസിനെയോ ബേർഡ്സിനെയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വാട്ട് സൗണ്ട്സ് ആർ ദേ മേക്കിംഗ്? എന്തൊക്കെ ശബ്ദങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്? ഹു ആർ ദ പീപ്പിൾ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ആർ ദ ചിൽഡ്രൻ? അവർ കുട്ടികളാണോ? ഇസ് ദർ എ ടീച്ചർ ഇൻ ദ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിൽ ഒരു ടീച്ചർ ഉണ്ടോ? വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. The image depicts a vibrant natural landscape featuring a prominent mountain in the background, a flowing river, and numerous trees and plants. ഒരുപാട് മരങ്ങളും ചെടികളും അതുപോലെ ഒഴുകുന്ന ഒരു പുഴയും വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു പർവ്വതവും ഒക്കെ അടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ ട്രീസ് ആർ ടോൾ, ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്. അവിടെയുള്ള മരങ്ങളൊക്കെ വലുതും പച്ചപ്പ് നിറഞ്ഞതും മുഴുവനായിട്ട് ഇലകളുള്ളതും ആണ്. സജസ്റ്റിംഗ് എ ഹെൽത്തി എക്കോസിസ്റ്റം. അതൊക്കെ വലിയൊരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. There are many colorful flowers like yellow and red that make the place feel bright and cheerful. അവിടെ ഒരുപാട് ചുവപ്പും മഞ്ഞയും ഒക്കെ നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ആ പൂക്കള് ആ സ്ഥലത്തെ നല്ല തിളക്കമുള്ളതും സന്തോഷകരമാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും ആ സ്ഥലത്തിന് കൊടുക്കുന്നു. The people in the picture are a teacher and several children on a nature walk. ഈ പിക്ചറിൽ ഒരു ടീച്ചറും കുറച്ച് കുട്ടികളും ഉണ്ട്. അവർ ഒരു നേച്ചർ വാക്കിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The teacher is pointing toward the mountain, likely explaining something about the environment. ടീച്ചർ അവിടെയുള്ള മലയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സംതിങ്, ആ എൻവയൺമെന്റിനെ കുറിച്ച് സംതിങ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരിക്കാം. The children are observing their surroundings. കുട്ടികൾ അവരുടെ ചുറ്റുമുള്ള ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയാണ്. There are 3 birds in the sky, blue and yellow, appearing to be flying and possibly chirping. ആകാശത്ത് 3 പക്ഷികൾ, നീലയും മഞ്ഞയും നിറത്തിലുള്ള 3 പക്ഷികൾ പറക്കുന്നുണ്ട്. അവ പറക്കുകയും അതുപോലെ ചിലയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ചേർപ്പിംഗ് എന്ന് വെച്ചാൽ പക്ഷികളുടെ ശബ്ദം, അതുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓവറോൾ ദ സീൻ കൺവേസ് എ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ് ആൻഡ് ക്യൂരിയോസിറ്റി എമംഗ് ദ ചിൽഡ്രൻ ആസ് ദേ എക്സ്പ്ലോർ ആൻഡ് ലേൺ അബൌട്ട് നേച്ചർ. നേച്ചറിൽ നടക്കുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരുപാട് ക്യൂരിയസ് ആണ്, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഹാപ്പിയുമാണ് അവരുടെ മുഖത്തുള്ളത് എന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. Activity 8. Write a short description of the given picture. You may consider the following points while writing the description. ഇനി വീണ്ടും ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. അതിന് നമുക്കൊരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഒരു റിവറാണ്, അവിടെ ഒരു സ്ത്രീ അലക്കുന്നുണ്ട്, തോണിയിൽ കുറച്ച് ആളുകൾ പോകുന്നുണ്ട്, ആളുകൾ നീന്തുന്നുണ്ട്, താറാവുകളുണ്ട്, ഒരു സ്ത്രീ വെള്ളവുമായി പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ പിക്ചറാണ് വീണ്ടും തന്നിട്ടുള്ളത്. അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാം. എന്തൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി. പിക്ചർ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ ദ തീം എന്താണെന്ന് നോക്കുക. കോൺസെൻട്രേറ്റ് ഓൺ ദ key details. Describe the objects and people. Arrange them in a sequence. ഒരു ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
നമുക്ക് എങ്ങനെ എഴുതാം മക്കളുടെ ഡിസ്ക്രിപ്ഷൻ? The image depicts a serene backwater or riverside scene, likely in a tropical region such as Kerala, India. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ട്രോപ്പിക്കൽ റീജിയനിലെ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെയോ അല്ലെങ്കിൽ ഒരു നദീതീരത്തിന്റെയോ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ സെൻട്രൽ ഫോക്കസ് ഈസ് എ റിവർ ഫ്ലാങ്ക്ഡ് ബൈ ലഷ് ഗ്രീൻ ബാങ്ക്സ് അബണ്ടന്റ് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് അതർ ട്രോപ്പിക്കൽ വെജിറ്റേഷൻസ്. ഒരുപാട് വിവിധ തരത്തിലുള്ള സസ്യങ്ങളുടെയും അതുപോലെ തെങ്ങുകളും ഒക്കെയുള്ള ഒരു ഗ്രീനറി നമുക്ക് നൽകുന്ന രീതിയിൽ ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു നദീതീരമാണ് പ്രധാനമായിട്ടും ഇതിൽ ഫോക്കസ് ചെയ്ത് പറയേണ്ട പിക്ചർ. ഇൻ ദ ഫോർഗ്രൗണ്ട് എ പേഴ്സൺ ഈസ് ബെൻഡ് ഓവർ അറ്റ് ദ റിവേഴ്സ് എഡ്ജ്, പോസിബിളി വാഷിംഗ് ക്ലോത്ത്സ് ഓർ കളക്ടിങ് വാട്ടർ. ചിത്രത്തിന്റെ ആദ്യമായിട്ട് ഒരാള് കുനിഞ്ഞു നിന്ന് പുഴയിൽ കുനിഞ്ഞു നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അത് ഒന്നുകിൽ വാഷ് ചെയ്യുകയായിരിക്കാം, ക്ലോത്ത്സ് വാഷ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കളക്ട് ചെയ്യുകയായിരിക്കാം. A traditional wooden boat with two men is visible in the middle ground. One is rowing while the other appears to be fishing. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മരത്തിന്റെ തോണി നമുക്ക് കാണാം. അതിൽ ഒരാൾ തോണി തുഴയുന്നുണ്ട്. പിന്നെ അതുപോലെ ഫിഷിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുമുണ്ട്. On the left bank, another person stands near the water carrying a basket on their head. A small house is visible on the opposite bank. അതുപോലെ പുഴയുടെ ലെഫ്റ്റ് തീരത്ത് ഇടതുവശത്തായിട്ട് ഒരാള് തലയിലൊരു ബാസ്ക്കറ്റ് കുടമായിരിക്കാം ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. പുഴയുടെ അതിന്റെ വലതു ഭാഗത്തായിട്ടൊരു ചെറിയ വീടും നമുക്ക് കാണാം. A flock of white ducks swim peacefully in the river and a brightly colored bird sit on a tree branch overlooking the sea. പുഴയുടെ വെള്ളത്തില് കുറച്ച് വെളുത്ത നിറത്തിലുള്ള താറാവുവിന്റെ കൂട്ടങ്ങള് സമാധാനത്തോടു കൂടിയിട്ട് നീന്തുന്നുണ്ട്. അതുപോലെ മരത്തിലിരുന്നിട്ട് നദീതീരത്തുള്ള മരത്തിലിരുന്നിട്ട് ഒരു ബ്രൈറ്റ് കളറിലുള്ള ഒരു പക്ഷി ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. The overall theme highlights the daily activities and livelihood of people living in harmony with nature in a beautiful water-centric environment. ഇപ്പോൾ വെള്ളത്തെ അല്ലെങ്കിൽ ജലത്തിന്റെ ഒരു തീരദേശ മേഖലയിലൊക്കെ പെട്ട അവിടുത്തെ ആളുകളുടെ സ്ഥിരമായിട്ടുള്ള ജീവിത രീതിയെയും ഉപജീവന മാർഗത്തെയും ഒക്കെ ഈ പിക്ചറിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ദ വൈൽഡ് ഗേൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിന്റെ മീനിങ്ങും അതിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്